ഒരു കഥ പറയട്ടെ. കഥയല്ല, നമ്മുടെ നാട്ടിൽ നടന്ന സംഭവമാണ്. ഒരു സ്ത്രീ തൻ്റെ നാട്ടിൽ കുറേ നാളായി അന്യായപ്പെട്ട് കാട് പിടിച്ച് നശിച്ചു പോകുന്ന ഒരു സ്ഥലം. നാളുകൾ കഴിയുന്തോറും ആ സ്ഥലത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്ന് മനസ്സിലാക്കിയ ആ സ്ത്രീ ഒരു റിട്ടയർഡ് അധ്യാപിക തൻ്റെ നാടിൻ്റെ വികസനം മനസ്സിലാക്കി ആ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരിക്കൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോട്ട് ആ അധ്യാപിക ഫോൺ ചെയ്യുന്നു. രണ്ടാമത്തെ റിങ്ങിൽ തന്നെ അവിടെ നിന്ന് കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഒരു സ്ഥലം കുറേ നാളായി ഇവിടെ ഉണ്ട്, ആ സ്ഥലം കാട് പിടിച്ച് ഇല്ലാതാവുന്നു, അവിടെ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഉടൻ തന്നെ ആ ഓഫീസിൽ നിന്നും ഉത്തരം ലഭിക്കുന്നു, അന്വേഷിക്കാം, അവിടെ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ളത്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് നമുക്ക് കാണണം. കണ്ടോ? നിങ്ങളാണോ അയച്ചത്? ആ കത്തിലെത്തിയ വാചകങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഈ സ്ഥലം കണ്ടെത്തുന്നതിന് ഇടയാക്കിയ ഒരു ഭാഗവും കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് നാട്ടുകാരുടെ. ഇവിടെയുള്ള ഒരാള് മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്. ഇങ്ങനൊരു സ്ഥലം ഇവിടെ കിടക്കുകയാണ്, കാട് പിടിച്ച് കെട്ടിക്കിടക്കുകയാണ്, എന്തെങ്കിലും പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റില്ലേ എന്നായിരുന്നു ആ കത്തിലൂടെ ചോദിച്ചത്. അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇത്തരത്തിലൊരു സ്ഥാപനം ഇവിടെ വന്നുകൂടെ എന്നതിനെ പറ്റിയുള്ള ആലോചനക്ക് തുടക്കം കുറിക്കുന്നു. ആ കത്ത് എന്റെ ഓർമ്മയൊരു സ്ത്രീ അയച്ചു എന്നാണ്. ഏതായാലും ആ കത്താണ് ഇതിനെല്ലാം ഇടയാക്കിയത് എന്നുകൂടി നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ്? നിങ്ങളാണോ അയച്ചത്? അതാണ്. അപ്പൊ എങ്ങനെയാണ് നാടിന്റെ കാര്യങ്ങൾ പ്രാവർത്തികമാകുന്നത് എന്നതാണ് ഇതിലൂടെ എല്ലാം വ്യക്തമാകുന്നത്. അതെല്ലാം നാടിന്റെ പ്രശ്നമായി ഗൗരവമായി ആലോചിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിൽ ഉള്ളത് എന്നതുകൊണ്ടാണ് ഈ തരത്തിൽ അത് പ്രയോഗത്തിൽ വരാനിടയായി. കുറുവ UP സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്ത അധ്യാപികയാണ്. അപ്പൊ ഞാൻ വെറുതെ വീട്ടിൽ നിന്ന് എന്റെ മിസ്റ്ററോട് പറഞ്ഞു, നമുക്കൊരു കത്തെഴുതി നോക്കിയാലോ, ഒന്ന് വിളിച്ചാലോ, എനിക്ക് നല്ലൊരു വികസന പ്രിയനെ പോലെയല്ലേ കാണുന്നത്, അപ്പൊ ഇതൊന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ വിളിക്കാൻ പറഞ്ഞു. കറക്റ്റ് രണ്ടാമത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുത്തു. അപ്പൊ സംഭവം എന്തെല്ലാം ചോദിച്ചു. ഞാനെല്ലാം വളരെ കൃത്യമായിട്ട് ഇതേപോലെ കുറേ സമയം തന്നെ സംസാരിച്ചു. അപ്പൊ നോക്കും പറഞ്ഞ് പിന്നെ 2 ദിവസം കൊണ്ട് തന്നെ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് തന്നെ പത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം വരുന്നു. പിന്നെ ഇവിടെ ഫയർ ആൻഡ് റെസ്ക്യൂവിന്റെ സംഭവങ്ങളെല്ലാം വന്നു. നിങ്ങൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തതല്ലേ, എന്തായാലും ശരിയാവുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. എനക്കും അത് എന്റെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ദിവസമാണ് ഇന്ന്. ആ കത്തിലെത്തിയ വാചകങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോ ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കണ്ടില്ലേ അല്ലേ? ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ അത് എവിടെയായിരിക്കണം? അത് നമ്മുടെ കേരളത്തിലല്ലാതെ വേറെ എവിടെയാണ്? ഇതാണ് ജനകീയ സർക്കാർ എന്ന് പറയുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുണ്ടെങ്കിൽ അത് ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. ജനകീയ സർക്കാർ, ഇടതുപക്ഷം ഹൃദയപക്ഷം. അപ്പോൾ ശരി, ഇനിയും വീഡിയോ ആയിട്ട് കാണാം കേട്ടാ.